ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വാനില ഐസ്ക്രീമാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നല്ല അടിപൊളി വാനില ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ വെച്ച് അതിലേക്കൊരു 2 കപ്പ് ഏകദേശം 500 ml വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ടത് ബീറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു പരുവത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ഇതിപ്പം നല്ല തിക്കായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. കൂടുതൽ മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 3/4 കപ്പോളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പം ഫ്ലേവർ ഒന്നും ഇല്ലാത്ത കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. ഇനി അതിന് ശേഷം നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കണ്ടെയ്നറിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ മിക്സ് എല്ലാം കൂടെ ഈ കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 8 മണിക്കൂർ നേരം അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി വാനില ഐസ്ക്രീം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് വളരെ എളുപ്പത്തിൽ 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കിയെടുത്തതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.